ഞാൻ ശ്രീ രഘുനാഥ് പാറയ്ക്കലിലേക്ക് പോവുകയാണ്. ശ്രീ രഘുനാഥ് പാറയ്ക്കൽ, ഈ മനഃശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ മലയാളികൾ ആഭിചാരത്തിൽ കൂടുതലായി ആകൃഷ്ടരാകുന്നു. അത് എന്തിനു വേണ്ടിയാണെങ്കിലും, പണത്തിന് വേണ്ടിയാണെങ്കിലും. ഈ വിഷയത്തിൽ ഈ വിജയൻ എന്ന് പറയുന്ന ആൾ ആദ്യമേ തന്നെ അന്ധവിശ്വാസത്തിൽ അധികം വിശ്വസിച്ചിരുന്ന ആളാണ് എന്ന് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നു. പക്ഷെ ഒരു കുടുംബം ഒന്നാകെ അങ്ങനെ പോവുകയും പുറം ലോകവുമായി ബന്ധമില്ലാതിരിക്കുകയുമൊക്കെ ചെയ്യുന്നത് എത്രത്തോളം ഭീതിയോടെ കാണേണ്ട ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഇത് ഒരു വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. ഞാൻ ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിത്വം ഉണ്ടാവുന്നത് ഒരു കോർ ബിലീഫിൽ നിന്നാണ്. 1-2-3 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഈ മന്ത്രവാദി അല്ലെങ്കിൽ മന്ത്രവാദപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളുടെ വീട്ടിനടുത്ത് പെട്ട എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് മറ്റു ജോലികളോടൊപ്പം സാധാരണയായിട്ട് ചെയ്യുന്നത് ഭസ്മം എടുത്തിട്ട് അത് ഊതിക്കൊണ്ട് അല്പം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പനിയുണ്ടെങ്കിൽ അത് മാറ്റുവാനുള്ള ഒരു ഇത് എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ ചെയ്യുന്ന എനിക്ക് പോലും അവര് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ ആ കാലഘട്ടത്തില് കൗമാരത്തില് അതല്ലെങ്കിൽ നമ്മുടെ ബാല്യത്തില് ഉണ്ടായ കോർ ബിലീഫ് എന്ന് പറയുന്നത് ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ ഇത്തരം മന്ത്രവാദപരമായിട്ടുള്ള ചികിത്സകൾ ആവശ്യമാണ് എന്നുള്ളൊരു തോന്നല് എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ വളർന്ന് വലുതായപ്പോഴാണ് ഇത് ഇറാഷണൽ ബിലീഫാണ്, ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല എന്ന് ഞാൻ മനസ്സിലായി. നേരെ മറിച്ച് ഞാൻ ഇതേ വിശ്വാസം കൊണ്ട് നടക്കുകയാണെങ്കിൽ എനിക്ക് മന്ത്രവാദത്തിലും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം ഞാൻ കൊണ്ടുപോയേനെ. അപ്പോ ഈ ഇറാഷണൽ ബിലീഫ് സിസ്റ്റത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കേൾക്കാവല്ലോ അല്ലെ, അടിസ്ഥാനപരമായിട്ടുള്ള ആ ബിലീഫ് സിസ്റ്റത്തിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ വിശ്വാസത്തെ തന്നെ പോകുമ്പോൾ വാസ്തവത്തില് ഒരു ഭീകരമായിട്ടുള്ള ഒരു അടിസ്ഥാന ചിന്ത അല്ലെങ്കിൽ ഇറാഷണൽ ബിലീഫ് സിസ്റ്റം നമ്മളിൽ ഉണ്ടാവുന്നു. ഈ ഇറാഷണൽ ബിലീഫ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മന്ത്രവാദങ്ങളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, കാരണം ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് കോർ ബിലീഫിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങളെ അടിസ്ഥാനമായിട്ടാണ്. കോർ ബിലീഫിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം അല്ലെങ്കിൽ വാല്യൂ അതല്ലെങ്കിൽ മൂല്യങ്ങൾ ഉണ്ടാവുന്നത്. ഇതിനെ ആശ്രയിച്ചിരിക്കും അയാളുടെ പ്രതികരണം എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ ഉണ്ടാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം സമൂഹത്തില് വരുമ്പോ അല്ലെങ്കിൽ വളർന്നു വരുമ്പോഴോ വാസ്തവത്തില് കുറെ കോർ ബിലീഫുകൾ മാറിയതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഒരു വ്യക്തികളുടെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു ഭീകരമായിട്ടുള്ള പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് മാറുകയും അത് ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായിട്ട് മലയാളിയുടെ മാനസിക ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് വരും കാലത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാനസിക ആരോഗ്യ രംഗത്ത് കുറെ കൂടെ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് അത് സ്കൂളുകളിലും അല്ലെങ്കിൽ +2 തലത്തില് തുടങ്ങണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്.